അസ്സലാമലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ബീഫ് കൊണ്ട് ഒരു കിഡിലൻ ഈവനിങ് സ്നാക്സ് ആണ് കേട്ടോ. അപ്പോൾ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇതാ ബീഫ് ഞാൻ മസാലകളൊക്കെ ഇട്ട് വേവിച്ചിട്ട് ക്രഷ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഉരുളൻകിഴങ്ങ് പുഴുങ്ങിയിട്ട് വെച്ചതാണ്. അതേപോലെ വലിയ ഉള്ളി, തക്കാളി, പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ചപ്പ് പുതിന, ബ്രെഡ് പൊടിച്ചത്, അതേപോലെ മുട്ട. ഇതൊക്കെ എന്തൊക്കെ വേണ്ട ഇൻഗ്രീഡിയൻസ് കേട്ടോ. ഇനി നമുക്കൊരു പാന് അടുപ്പത്ത് വെക്കാം. ചൂടായി വരുന്ന സമയത്ത് എണ്ണ ഒഴിച്ചിട്ട് നമ്മുടെ എല്ലാ മസാലകളും ഇട്ടിട്ട്, അതായത് വലിയ ഉള്ളി, തക്കാളി, പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ചപ്പ് പുതിന എല്ലാം കൂടി ഇട്ടിട്ട് വഴറ്റിയെടുക്കുക കേട്ടോ. ആദ്യം നമ്മൾ ചെയ്യണത് ആദ്യം പാകത്തിന് ഉപ്പിട്ട് കൊടുക്കുക. നല്ല ഒന്നങ്ങാണ്ട് വഴറ്റിയെടുക്കണം കേട്ടോ. ഇനി അത് ഒരു ബ്രൗൺ കളറായി വരുന്ന സമയത്ത് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ബീഫും പൊട്ടാറ്റോയും അതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. ഇത് നല്ല ബ്രൗൺ ആയി കളറായി വന്നിട്ടുണ്ട്, വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി ഞാനിത് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇത് നല്ലോണം ഒന്ന് മസാലകൾ എല്ലായിടത്തും ആവണ രീതിയിൽ ഒന്നങ്ങണ്ട് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഓൾറെഡി ബീഫിൽ മസാലകൾ ഒക്കെ ഉള്ളതാണ്, അതുകൊണ്ടാണ് ഞാൻ പിന്നീട് മസാലകളൊന്നും ഇട്ടുകൊടുക്കാഞ്ഞത്. ഉപ്പ് നോക്കിയിട്ട് വേണം ഇട്ടുകൊടുക്കാനായിട്ട്. കാരണം നമ്മൾ ബീഫിലും പിന്നെ ഉള്ളിയിലും ഒക്കെ നമ്മൾ മസാല ഇട്ടതാണ്, അതുകൊണ്ട് ഉപ്പ് നമുക്ക് നോക്കിയിട്ട് വേണം ഇട്ടുകൊടുക്കാനായിട്ട് കേട്ടോ. ഇനി നല്ല ഒന്നങ്ങോട്ട് മസാലകൾ എല്ലായിടത്തും ആവണ രീതിയിൽ ഒന്നങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കണേ. അപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നല്ല ചൂടൊക്കെ പോയതിന് ശേഷം നമുക്ക് ഇതാ മുട്ടയിലും ബ്രെഡിലൊക്കെ മുക്കി ഒന്ന് കോട്ട് ചെയ്തിട്ടൊന്ന് പൊരിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യണത്. അപ്പോൾ അത് നല്ല ചൂടൊക്കെ ആയിട്ടുണ്ട്. ഞാൻ കയ്യിൽ ഒരു ലേശം ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കിത് ഓരോ ചെറിയ ബോൾസ് ആക്കിയിട്ടെടുക്കാം. നല്ല വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ വെള്ളമൊക്കെ നല്ല ഉലർത്തിയെടുക്കണം കേട്ടോ. അടുപ്പത്ത് വെച്ചിട്ട് തന്നെ നല്ല വെള്ളം ഉലർത്തിയെടുക്കണം. മറ്റേത് നമുക്കിതാ ബോൾസ് ആക്കി എടുക്കുന്ന സമയത്ത് നല്ല ഉഷാറായിട്ട് കിട്ടൂല. അതിന് വേണ്ടിയിട്ടാണ് വെള്ളമൊക്കെ നല്ല വറ്റിച്ചെടുക്കണം. അപ്പോൾ ഞാനിതെല്ലാം ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഓരോന്ന് മുട്ടയിലും ബ്രെഡിലും കോട്ട് ചെയ്തിട്ടൊന്ന് എടുക്കണം കേട്ടോ. അപ്പോൾ അത് ഞാനെല്ലാം കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാന് അടുപ്പത്ത് വെച്ചിട്ട് ചൂടാക്കുക. നല്ല എണ്ണ ചൂടായി വരുന്ന സമയത്ത് നമ്മുടെ സ്നാക്സ് അതിൽ ഇട്ട് പൊരിച്ചെടുക്കുകയാണ് ചെയ്യണത് കേട്ടോ. എണ്ണ നല്ല ചൂടാവണം, എന്നാലും പെട്ടെന്നായി കിട്ടുള്ളൂ കേട്ടോ. മറ്റു നല്ല എണ്ണ കുടിക്കും. വീഡിയോയിൽ കാണുന്നത് പോലെ ചെയ്യണേ. ഇനി ഒരു ബ്രൗൺ കളറായി വരുന്ന സമയത്ത് നമുക്കിങ്ങനെ മറിച്ചിട്ട് കൊടുത്ത് നോക്കാം. പെട്ടെന്നാവും കേട്ടോ. ഇതിലൊന്നും വേവാനില്ല, എല്ലാം വെന്ത സാധനങ്ങളാണ്. അപ്പോൾ നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. ഇതാ നമ്മുടെ ഈവനിങ് സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. നല്ലൊരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ.